പ്രതിപക്ഷ ഉപനേതൃ പദവി തർക്കത്തിൽ LDF-ൽ അസാധാരണ പ്രതിസന്ധി. CPIM CPI ഉഭയകക്ഷി ചർച്ചയിൽ അനിശ്ചിതത്വം. ബിനോയ് വിശ്വവുമായി ഇന്ന് കൂടിക്കാഴ്ചയുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ LDF കൺവീനർ TP രാമകൃഷ്ണൻ. പ്രതിപക്ഷ ഉപനേതൃ പദവിയിലെ തർക്കം CPI പരസ്യമാക്കിയതിൽ LDF കൺവീനർക്ക് അതൃപ്തി. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം പരസ്പര ചർച്ചയിലൂടെ സംസാരിച്ച് തീർക്കുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞു തീർക്കേണ്ട, ഇങ്ങനെ ഒരു പുറത്തൊരു സംവാദം ഉണ്ടാക്കി തീർക്കേണ്ട ഒരു വിഷയമല്ല. പരസ്പര കൂടിയാലോചനയിലൂടെ ധാരണയിലെത്തേണ്ടതാണ്. അതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഞാനും ബിനോയ് വിശ്വവും തമ്മിൽ വളരെ കാലത്തെ പരസ്പര ബന്ധവും സുഹൃത്തുക്കളുമാണ്. ആ നിലയിൽ ഇടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. മഹേഷ് ചന്ദ്രനോട് വാർത്തയുടെ കൂടുതൽ വിശേഷങ്ങളുമായി. മഹേഷ്, എന്തായാലും ഈ ഉഭയകക്ഷി ചർച്ചയിൽ അനിശ്ചിതത്വം ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇതിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് CPI നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണിപ്പോൾ നിലവിലെ സാഹചര്യം? സോന, അനിശ്ചിതാവസ്ഥ അതേപടി തന്നെ തുടരുന്ന കാഴ്ചയാണ് ഇപ്പോഴുമുള്ളത്. കാരണം ഇക്കാര്യത്തിൽ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത് പുറത്ത് പറഞ്ഞ് തീർക്കേണ്ട ഒരു വിഷയമല്ല. ഇത് ഇരു പാർട്ടികളും തമ്മിൽ ആശയവിനിമയം നടത്തി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയമാണിത്. അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടതാണ്. ഇത് പരസ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ CPIയുടെ നിലപാടിലുള്ള കടുത്ത അതൃപ്തി തന്നെയാണ് LDF കൺവീനർ വ്യക്തമാക്കിയത്. ഇതിന് ഉഭയകക്ഷി ചർച്ചയുടെ കാര്യത്തിലേക്ക് തീരുമാനം പോയിട്ടില്ല. പക്ഷേ LDF കൺവീനർ നിലയിൽ കാണാനാണ് താൻ തീരുമാനിച്ചത്. എന്നാൽ ഇന്ന് കാണാൻ പോകുന്നുണ്ടോ എന്നതിന് വ്യക്തമായ മറുപടി LDF കൺവീനർ പറഞ്ഞില്ല. അതേപോലെ തന്നെ പ്രതികരണം ആരാഞ്ഞപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞത് കാണുന്ന ഉഭയകക്ഷി ചർച്ചയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു, കാണാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു. ഇന്ന് വരുമോ ഇല്ലേ എന്ന കാര്യത്തിൽ പ്രത്യേക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും CPI നേതാക്കൾ പ്രതീക്ഷയിലാണ്. കാരണം ഇതിൽ അനുനയ നീക്കവുമായിട്ട് LDF കൺവീനർ എന്തായാലും MNS മലയാളത്തിലെത്തി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കാണുമെന്നാണ്. CPIയുടെ ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എക്സിക്യൂട്ടീവും ഒക്കെ തന്നെയും കർശനമായ നിലപാടിൽ തന്നെയാണ്. എന്തായാലും ഇനി വിട്ടുവീഴ്ച വേണ്ട, പ്രതിപക്ഷ ഉപനേതാവ് പദവി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, തങ്ങൾ ആവശ്യപ്പെടുന്നു. മുൻകാലങ്ങളിൽ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കീഴ്വഴക്കമൊക്കെ പറഞ്ഞ് അതിന് പിന്തിരിയാവുന്ന കാര്യത്തിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. കാരണം പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാനമല്ല. പക്ഷെ അതുപോലും വിട്ടു നൽകാൻ എന്തുകൊണ്ടാണ് ഒരു ഇടതു ഐക്യത്തിൻ്റെ കാലത്ത്, അനിവാര്യമായ കാലത്ത് CPM തയ്യാറാക്കുന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. CPMന്റെ നിലപാട് മറിച്ചാണ്. കാരണം അത് കീഴ്വഴക്കമുണ്ട്. അത് മുൻപ് VS-ന്റെ കാലത്ത് കോടിയേരി എന്ന പോലെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും പിണറായിയുടെ കാലത്തേക്ക് വരുമ്പോൾ KN ബാലഗോപാലൻ അവർ ആലോചിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് ആരെന്ന കാര്യം തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല, LDF യോഗം പോലും ചേരാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ തരത്തിലേക്ക് ഒരു സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഒരു യോജിച്ച സമരപരിപാടികൾ അടക്കം ആവിഷ്കരിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ഒന്നും നടക്കാത്ത സ്ഥിതിയുണ്ട്. LDF പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലേക്കുള്ള ഒരു സന്ദിഗ്ധാവസ്ഥ എന്തായാലും LDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത് ഇപ്പോഴും അനിശ്ചിതമായി തുടരുന്നു. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിന് മുമ്പായിട്ട് TP രാമകൃഷ്ണൻ MNS മലയാളത്തിൽ വിനേഷത്തെ കാണുന്ന CPI പ്രതീക്ഷിക്കുന്നാലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ഇക്കാര്യത്തിൽ നിർദ്ദേശം കൊടുക്കുന്ന അടിസ്ഥാനത്തിലായിരിക്കും TP രാമകൃഷ്ണൻ MNS മലയാളത്തിൽ പോകണമോ വേണ്ടോ എന്ന കാര്യം തീരുമാനിക്കുക. ശരി മഹേഷ്.